സ്വാഗതം തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലേക്ക്. ഫുട്ബോൾ മലയാളത്തിന് സ്വാഗതം ചെയ്യുകയാണ്. സൂപ്പർ ലീഗ് കേരള സീസൺ 2 മാച്ച് നമ്പർ 27. തിരുവനന്തപുരം കൊമ്പൻസ് FC നേരിടുന്നു മലപ്പുറം FCയെ. സോ മാച്ച് നമ്പർ 27 രണ്ട് ടീമുകൾക്കും തിരുവനന്തപുരത്തിനും മലപ്പുറത്തിനും ഒരേപോലെ നിർണായകമായ ഒരു മത്സര ദിനമാണ്. സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസണിലെ മാച്ച് നമ്പർ 27 പന്തിരുള്ളുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും ഞാൻ ഷൈജു ദാമോദരൻ വരവേൽക്കട്ടെ എന്നോടൊപ്പം നമ്മുടെ എക്സ്പോർട്ട് കമന്റേറ്റർ ബിനീഷ് കിരൺ. Thank you so much, my dear brother, friend Shaiju Damodaran. നല്ലൊരു ത്രൂ ബോൾ, വാട്ടർ റൺ. ആ ത്രൂ ബോള് ഗോൾ കീപ്പറിലേക്ക് അനായാസം എത്തിച്ചേരുമെന്ന് വിചാരിച്ചു. പക്ഷെ ആ പന്തിലേക്ക് പോളോ വിക്ടർ നടത്തുന്ന ഒരു ഓട്ടം നിങ്ങൾ കാണുക. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ റിഷാദ് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇൻസൈഡ് ദ 6 yard ബോക്സ് അവിടെ റിഷാദ് കുറച്ചൊരു പൊടിക്ക് സെൽഫിഷ് ആയി പോയില്ലേ. അവിടെ ഒരു ചെക്ക് ചെയ്ത് ഒരു ഷോർട്ട് പാസ് കൊടുത്തിരുന്നെങ്കിൽ കെന്നഡി കുഡ് ഈസിലി കെന്നഡിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പന്താക്കി അതിനെ മാറ്റാമായിരുന്നു. എക്സലന്റ് റൺ. സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, നന്നായി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് തിരുവനന്തപുരം. തീർച്ചയായിട്ടും ഇന്ന് സ്ട്രഗ്ലിംഗാണ്. 13ാമത്തെ മിനിറ്റിലാണ് കളി. മലപ്പുറം ആക്രമണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരികയാണ്. മലപ്പുറം മറ്റൊരു മൂഡിലാണ് എന്നുള്ളത്. ഇറ്റ്സ് കോൾഡ് അറ്റാക്കിംഗ് മൂഡ്. ഞാൻ പറഞ്ഞ ഐത്തോർ പോകണം. ഐത്തോർ കൃത്യമാണ്. സെക്കൻഡ് പോസ്റ്റിലേക്ക് കേർവ് ചെയ്യിക്കുക എന്ന് പറഞ്ഞ് നിൽക്കും. അടി ഫസ്റ്റ് പോസ്റ്റിൽ വരും, പക്ഷേ സൈഡ് നെറ്റിംഗ് ഓൺലി. ഗോൾ പോസ്റ്റിനെ ഒരുമി വല എനക്കി, പക്ഷെ പുറത്തു നിന്ന് മാത്രം. നല്ലൊരു ഓവർ ഹെഡ് ബോൾ. പന്ത് വിൻ ചെയ്തത് ആൻഡ് ഐ തിങ്ക് കോർണർ മാത്രമാണ് റെഫറി അശ്വിൻ വിളിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നി അവിടെ പന്ത് പോളോ വിക്ടർ വിൻ ചെയ്തു. അവിടെ തനിക്ക് അനുകൂലമായി എന്തുകൊണ്ടൊരു ഫ്രീ കിക്ക് കിട്ടിയില്ല എന്നുള്ളത് ഓർത്തിട്ടാവണം അവിടെ പോളോ വിക്ടർ തലയിൽ കൈവെക്കുന്നത്. വളരെയധികം ശ്രദ്ധിക്കണം. ജസീന് രണ്ടാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹത്തിന് ഒരു ചെറിയ പിഴവ് കാണുന്നത്. മാർവലസ് ഫിനിഷ് ആണത്. ആ ബോളിന് കൃത്യമായി ബോളി അവിടെ ഗോൾ കീപ്പറുടെ തൊട്ട് മുന്നിൽ ഒരു ഡിപ്പ് വരുന്നു. ഗോൾ കീപ്പർക്ക് സാധ്യതയൊന്നും നൽകുന്നില്ല. പവർ ഉണ്ട്, പേസ് ഉണ്ട്, പെർഫെക്ഷൻ ഉണ്ട്. എക്സലന്റ് മാർവലസ് ഫിനിഷിംഗ് ഫ്രം അൽ ഫോർസി, മൊറോക്കൻ താരം. മലപ്പുറത്തിന്റെ മാൻ ഈസ് അൽ ഫോർസി. കളി മെനയുന്നതിൽ മാത്രമല്ല, ഗോൾ അടിച്ച അദ്ദേഹമാണ്, കളി ഉണ്ടാക്കിയെടുക്കുന്ന അദ്ദേഹമാണ്. മലപ്പുറത്തിനെ കളിക്കളത്തിൽ എല്ലാ അർത്ഥത്തിലും നിയന്ത്രിക്കുന്നതും അൽഫോർസിയാണ്. വീണ്ടും ഒരു കാർഡ്. ഇത്തവണ തിരുവനന്തപുരം കൊമ്പൻസിന്റെ ജേഴ്സി നമ്പർ 22 ജാസിമിനാണ് യെല്ലോ കാർഡ് കാണേണ്ടി വരുന്നത്. ഒരു ലോങ് ബോൾ ടുവേർഡ്സ് കെന്നഡി. ഓ, ലക്കി എസ്കേപ്പ് ആണ് തിരുവനന്തപുരം കൊമ്പൻസിന്. ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് സേവ് ഫ്രം സത്യജിത്ത്. തിരുവനന്തപുരം കൊമ്പൻസിന്റെ ഗോൾ കീപ്പർ സത്യജിത്ത് അവസാന നിമിഷം റിഫ്ലക്സ് താഴേക്ക് കൈ വെച്ചത് കൊണ്ട് തട്ടിക്കളയുന്നു. മലപ്പുറം നന്നായി മുന്നേറ്റം നടത്തുന്നുണ്ട്. ആ മുന്നേറ്റത്തിലൂടെ ഒരു ഗോൾ കണ്ടെത്താൻ സാധിക്കണം. എങ്കിൽ മാത്രമേ ഈ മുന്നേറ്റം നടത്തുന്നതിനെ കൊണ്ട് കാര്യമുള്ളൂ. അൽഫോർസിയുടെ ഇന്റർസെപ്ഷൻ ആൻഡ് അഗൈൻ വീണ്ടും ഒരു ടാക്ലിംഗിന് വിധേയനാകുന്നു. കാർഡ് നമ്പർ 3. മൂന്നാമത്തെ തിരുവനന്തപുരം കൊമ്പൻസ് താരവും യെല്ലോ കാർഡ് കാണുന്നു. മറ്റൊരു ടാക്കിൽ തുഫയിലാണ് യെല്ലോ കാർഡ് കാണുന്നത്. പാട്രിക് മോട്ടൻ റൊണാൾഡോ മുൻപിലേക്ക് ഓടുന്നത് കാണാം ഇടതുഭാഗത്ത്. വളരെ ദുർബലമായൊരു പാസ്. റൊണാൾഡോ ഓടിയതെങ്കിലും റൊണാൾഡോ അത് കൈവശപ്പെടുത്തുന്ന പന്ത് എങ്ങനെയൊക്കെയോ ആ മൊമെന്റം പോയി അവിടെ ആ മുന്നേറ്റത്തിന്റെ. അവിടെ ഒന്ന് സ്ലോ ഡൗൺ ആയി ആ മൊമെന്റം നഷ്ടപ്പെടുന്നു. സോ ഇടവേള വിസിൽ മുഴങ്ങുന്നു തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ. സോ ഹാഫ് ടൈം ഹിയർ ഇൻ ദ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം in തിരുവനന്തപുരം. in Super League Kerala it is തിരുവനന്തപുരം കൊമ്പൻസ് FC 0 മലപ്പുറം FC 1. കാത്തിരിക്കാം രണ്ടാം പകുതിക്കായി. രണ്ടാം പകുതി ആരംഭിക്കുന്നു. മലപ്പുറം സ്റ്റിൽ ഹോൾഡിംഗ് ദ ലീഡ്. 1-0 ലീഡ് മലപ്പുറം നിലനിർത്തുകയാണ്. രണ്ടാം പകുതി ആവേശഭരിതമാകുമെന്ന് ഉറപ്പാണ്. തിരുവനന്തപുരം കൊമ്പൻസിന് എത്രയും പെട്ടെന്ന് സമനില ഗോൾ നേടി ഈ മത്സരത്തിൽ ആവേശഭരിതമായൊരു തിരിച്ചുവരവ് നടത്തണം. മലപ്പുറം ഒരു ഗോൾ കൂടെ നേടിയാൽ ഒന്നുകൂടെ നേടി മലപ്പുറത്തിന് ഗോൾ കീപ്പറുടെ ബ്രില്യന്റ് സേവ്. കിക്ക് ഓഫിൽ നിന്ന് രണ്ടാം പകുതിയുടെ കിക്ക് ഓഫിൽ നിന്നും മലപ്പുറം ഒരുപക്ഷെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഗോൾ നേടിപ്പോയേനെ എന്ന് ഉറപ്പാണ്. ഒരല്പം ഡിപ്പ് ഫോമിൽ ഒരല്പം ഡിപ്പ് ഉണ്ടെന്ന് പറയാമെങ്കിലും ഓട്ടമർ ഗോൾ കേരളത്തിന്റെ കേന്ദ്രം. വിക്ടർ ആ പാസ് ഒന്ന് നോക്കുക.
ഡിഫൻസിനെ അഖിലിനെ മറികടന്നതിന് ശേഷം ആ ബോളിലേക്ക് കൃത്യമായി എത്തുന്നു പോളോ വിക്ടർ. ഗോൾ കീപ്പറെ കബളിപ്പിക്കുന്നു, പ്ലേസ് ചെയ്യുന്നു പോളോ വിക്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതേ ഉള്ളൂ, ഓരോ മുന്നേറ്റങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോഴും പോളോ വിക്ടർ എന്നൊരു താരം എതിർ ടീമിൻ്റെ മുന്നേറ്റ നിരയിലുണ്ട് എന്ന് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. അതിന് തക്കതായ ഒരു പണിഷ്മെന്റ് നൽകുന്നു പോളോ വിക്ടർ. സൂപ്പർ ഗോൾ. ഓടിയെടുക്കുന്നു ആ പന്ത് ബോക്സിന്റെ വെളിയിലേക്കാണ് പന്ത് തെറിച്ചത്. കെന്നഡി എടുത്ത ആ പന്ത് പിറകിലേക്ക് നൽകുകയാണ് ടു ഫസലു. മികച്ച ഗോൾ കീപ്പിംഗ്. ആ ഗോൾ കീപ്പർ ആ സ്റ്റപ്പ് 1, 2 മൂന്നാമത്തേതിൽ പൊങ്ങിയിരിക്കണം. ഗംഭീര സേവ് സത്യജിത്ത്. മലപ്പുറത്തിന്റെ കോർണർ വരുന്നു. ഹക്കുവാണ് ഹെഡറിന് പോകുന്നത്. ഫസലു വീണ്ടും നേരത്തെ ഫസലു ഒന്ന് കറക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. ഇത്തവണ വീണ്ടും ആ കറങ്ങൽ വന്നില്ല. അതിനു മുൻപ് ഒരു പാഴായിപ്പോയ ഒരു ബൈസിക്കിൾ കിക്കും നമ്മൾ അവിടെ കണ്ടിരുന്നു. ഏതായാലും കൊമ്പൻസിന്റെ ആരാധകർ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നു ഈ ഹോം മാച്ചിൽ. വീണ്ടും തിരുവനന്തപുരം കൊമ്പൻസിന് കാലിക്കറ്റ് FC ക്കെതിരെ 3-ാം തീയതിയാണ് അവസാന ഗെയിം. ഹോം ഗെയിം മലപ്പുറത്തിന് ഹോം ഗെയിമാണ്. സോ ഫൈനൽ വിസിൽ ഇരു ടീമുകളും ഇന്നത്തെ നിർണായകമായ സൂപ്പർ ലീഗ് കേരള മാച്ച് നമ്പർ 27 തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ 1-1 സമനിലയിൽ പിരിയുകയാണ്. ഈ സീസണിൽ സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യുന്ന 3-4 ടീം ആരൊക്കെയൊന്നും അറിയാനുള്ള നമ്മുടെയും പ്രേക്ഷകരുടെയും കാത്തിരിപ്പ് തുടരുകയാണ്. സോ ഫുൾ ടൈം ഹിയർ ഇൻ തിരുവനന്തപുരം. ഇറ്റ് ഈസ് ദ ട്രിവാൻഡ്രം കൊമ്പൻസ് FC 1 മലപ്പുറം FC 1.